heaven. പാറ്റ എല്ലാം ട്രൈ ചെയ്യാൻ പോകട്ടോ. ഒപ്പം റൈസ് ബീർ, നോർമൽ ബീറല്ലേ കണ്ടിട്ടുള്ളൂ, അരി കൊണ്ട് ഉണ്ടാക്കുന്ന ബീർ കണ്ടിട്ടുണ്ടോ? കാണിച്ചു തരാം. ഗായ്സ്, വെൽക്കം ബാക്ക് അഗൈൻ. പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ ആ പാറ്റ പുഴുവെല്ലാം കഴിച്ചില്ലേ, മൊത്തത്തിൽ പണി കിട്ടി. ഈ ഫുഡ് അലർജി വന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കാം കേട്ടോ. ഇവിടുന്ന് അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മുടെ സൂക്കു വാലിയില്ലേ, വൺ ഓഫ് ദ ഹയസ്റ്റ് പീക്കാണ്. അത് ട്രെക്ക് ചെയ്ത് പോകണം. ഒരു 5 to 8 hours ട്രെക്ക് ചെയ്യണം. എന്തായാലും ഇതുവരെ വന്നതല്ലേ, സോ അതുകൂടെ ട്രൈ ചെയ്യണം. പിന്നെ ഇവിടുത്തെ ഹോസ്പിറ്റലൊന്നും ഒരു രക്ഷയില്ല, ക്ലീൻ ആൻഡ് ക്ലിയർ. ആൾക്കാരും ഫുൾ ഞാൻ ബംഗാളിലൊക്കെ പോയ സമയത്ത് നമ്മളിപ്പോൾ പേര് ചോദിച്ചാൽ അതൊരു അവൻ്റെ റീപ്ലേ കുറച്ച് ഹാർഷായിരിക്കും. പക്ഷെ ഇവിടുത്തെ ആൾക്കാർ അങ്ങനെയല്ല, ഭയങ്കര ഹാമാട്ടോ, അടിപൊളി ആൾക്കാരാണ്, ഒരു രക്ഷയില്ല. അങ്ങനെ 2 ചപ്പാത്തി പറഞ്ഞു കേട്ടോ കാലത്തിന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. അങ്ങനെ ടാക്സി എടുത്തോ. ഇവിടുന്ന് ഒരു BOC സ്റ്റേഷൻ ഉണ്ട്, മെയിൻ സ്റ്റേഷൻ, ബസ് സ്റ്റേഷൻ. അവിടെ പോയിട്ട് വേണം നമുക്ക് പോകേണ്ട സൂക്ക് വാലിയിലോട്ടുള്ള ബസ് പിടിക്കാൻ. ബസ്സില്ല, അല്ല അടുത്തൊരു വില്ലേജ് ഉണ്ട്, സോ അതിലേക്കുള്ള ബസ് കിട്ടും. വിസിറ്റ് കേരള? Yeah. I stayed there Guerrilla in 3 years. Okay. In Balaghat, and I also Balaghat. Wow. Balaghat. And visited Thrissur, Cochin, and then Trivandrum. Oh, good. And How's it Kerala? Do you like it? I like it. It's good. It's a beautiful place and all the view places. നമുക്ക് കൊഹിമയിൽ നിന്ന് ഈ സൂക്ക് വാലി പോകാൻ ഒരു 3 റൂട്ടുകളുള്ളത്. ഒന്ന് ജൊക്സോമ പോയിട്ട് അവിടെ നിന്ന് ട്രെക്ക് ആരംഭിക്കാം, അല്ലെങ്കിൽ വിശ്വമ പോവാം, അല്ലെങ്കിൽ ജൊക്കോമ. ഇവിടെ നിന്ന് നമുക്ക് ട്രെക്ക് ആരംഭിക്കാം. ടാക്സി എടുക്കണം, അവിടേക്ക് ഡയറക്റ്റ് ബസ്സൊന്നുമില്ല. സോ ടാക്സി നോക്കി നടന്നുകൊണ്ടിരിക്കാം. ടാക്സി മാക്സിമം പെർ ഹെഡ് 400 സംതിങ് ആവും. ഒരു മായും കുറച്ച് വെള്ളമൊക്കെ മേടിച്ചിട്ടോ. അവിടെ കടയുണ്ടാവില്ല, സോ ഇവിടെ നിന്ന് പ്രിപ്പയർഡ് ആയിട്ട് പോകാന്നുള്ള പ്ലാനില്ല. ഗായ്സ്, അങ്ങനെ നമ്മൾ വിശ്വാമ വില്ലേജ് എത്തിയിട്ടോ. ഇനി ഇവിടെ അങ്ങോട്ട് 4-5 കിലോമീറ്റർ ഫുൾ ഓഫ് റോഡാ. സോ എക്സൈറ്റിംഗ് ഗായ്സ്, ലെറ്റ്സ് ഹാവ് സം അഡ്വെഞ്ചർ.
ഓഫ് റോഡെല്ലാം കഴിഞ്ഞ് അടിപൊളി ഓഫ് റോഡായിരുന്നു കേട്ടോ. ഫുള്ള് പൊടിയൊക്കെ ആയിട്ട് നല്ല വ്യൂ ആയിരുന്നു കാണേ. എന്തായാലും വർത്തായി. റോഡ് ട്രക്കിങ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ വെള്ളം കുടിക്കാൻ നോക്കുക. ഹൈ ആൾട്ടിറ്റ്യൂഡാണ്. സോ പെട്ടെന്ന് ബോഡി ഹൈഡ്രേറ്റാ. വെള്ളം, അതായത് ചോക്ലേറ്റില്ലേ, സ്നിക്കേഴ്സ്, അങ്ങനത്തെ സാധനം കഴിക്കാൻ നോക്കട്ടോ, ഇല്ലെങ്കിൽ പണി വരും. ഈ ഒരു മാസം നാഗാലാൻഡുകാർക്ക് എന്താ പറയുക ഫെസ്റ്റിവൽ സീസണാണ്. നാഗാലാൻഡ് അറിയുന്നത് തന്നെ ഫെസ്റ്റിവലുള്ള നാടെന്ന് നാഗാലാൻഡ് അറിയുന്നത്. സോ ഈ December 1 to 10 അത് ഈ മെയിൻ ഹോൺബിൽ നടക്കുന്ന സമയം നാഗാലാൻഡുകാർക്ക് ഉത്സവം തന്നെയാണ്. ഈ കാണുന്ന ആളല്ല 28ാമത്തെ തവണയാണ്, 28 റൈറ്റ്, 28ാമത്തെ തവണയാണ് ട്രെക്ക് ചെയ്യുന്നത്. സോ നല്ലൊരു ഗൈഡിനെ തന്നെ കിട്ടി. ചെറിയൊരു തണുപ്പുണ്ട്. സോ ടയേർഡ് പെട്ടെന്ന് അറിയുന്നില്ല. ഡെഡായിട്ടാണ് കുറച്ച് ഒരു അരമണിക്കൂറായി. പക്ഷെ ഫസ്റ്റ് കുറച്ച് ക്ലൈംബ് ചെയ്യണം. കുത്തനുള്ള വഴിയാണ്. സോ കല്ല് വഴി കൂടെ ചെറിയ റോഡുമാണ്. ഇഷ്ടം പോലെ പ്രായ ആൾക്കാരെ കാണാൻ പറ്റും ഇവിടെ. അതായത് ഒരു 16 എബോ സമ്മതിച്ചുട്ടോ. അതായത് ട്രാവലിംഗ് പാഷനാണെന്ന് വെച്ചാൽ എത്ര വലിയ റിസ്ക് എടുക്കാനും അവർ തയ്യാറായിരിക്കും. ആൾമോസ്റ്റ് ടയേർഡ്. കാരണം ബാഗ് ഫുള്ള് ലഗേജാണ്. സോ ഇതൊക്കെ കാണാം. കുറച്ച് ദൂരം കുറച്ച് ക്ലൈംബ് ചെയ്യണം. ഇതുപോലത്തെ റോഡാണ്. സോ അതിനുശേഷം ഫ്ലാറ്റ് റോഡ് കിട്ടും. ലഗേജ് ഉള്ള കാരണമാണ് പണി കിട്ടിയത്. ലഗേജ് ഫുള്ള് ആൾമോസ്റ്റ് 15 കിലോൻ്റെ അടുത്തുണ്ടാവും. ഗായ്സ് അങ്ങനെ ഒരു 1 കിലോമീറ്റർ ട്രക്ക് ചെയ്തിട്ട് ഒരു വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുക. ഈ 1 കിലോമീറ്റർ മൊത്തം കുത്തനെയുള്ള കയറ്റമായിരുന്നു. അത് നല്ല ഡിഫിക്കൽട്ടായിരുന്നു കാരണം ലഗേജുള്ള കാരണം. പക്ഷെ ഇനി അങ്ങോട്ടുള്ള വ്യൂവും ആ ട്രക്ക് ചെയ്യുന്ന വഴിയും ഈ കാണുന്ന പുൽപ്പാടം കണ്ട അതുപോലുള്ള വഴി കൂടിയാണ്. എക്സൈറ്റഡ്. നല്ല രസമാട്ടോ ഈ വഴി പോവാൻ. 2 സൈഡും പുല്ലാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ചെറിയ വഴി. ഒരു 1 hour നമ്മൾ ക്ലൈംബ് ചെയ്തു. ഭയങ്കര ടയേർഡായിരുന്നു. പക്ഷെ അതിന് ശേഷമുള്ള വഴി ഇതാണ് അവസ്ഥ. ഇതുപോലെ ട്രക്കിങ്ങിനെല്ലാം വരുന്ന സമയത്ത് ഫുള്ളി പ്രിപ്പയർഡായിട്ട് വരാൻ നോക്കട്ടോ. അതായത് ഹൈക്കിങ് ജാക്കറ്റ്, അതുപോലെ ബൂട്ട്. ലഗേജ് വേണ്ട. ലഗേജ് ഞങ്ങൾ ഒരുപാട് എടുത്തു പോയി. പക്ഷേ കുറച്ച് ഫുഡ് ആൻഡ് വാട്ടർ എല്ലാം സേവ് ആക്കി വയ്ക്കുക. ഇല്ലാതെ വന്നാൽ സൈഡായി പോവും. ഇതൊരു ടോട്ടൽ 9 കിലോമീറ്റർ ട്രക്കാണ്. സോ പതുക്കെ റെസ്റ്റ് എടുത്ത് കയറുക. പ്രായമായ അങ്കിൾമാർ മുതൽ ചെറുപ്രായമുള്ള പിള്ളേർ വരെ ആസ്വദിച്ച് കയറുന്ന പർവ്വതനിരകൾ, ആകാശത്തോടെ മുത്തമിട്ട് നിൽക്കുന്ന പച്ച വിരിഞ്ഞ മുളന്തട്ടുകൾ.
ഗായ്സ് ഇറ്റ്സ് എ ഹെവൻ. ഒരു രക്ഷയില്ല. കാണുന്ന കാഴ്ചയും പോകുന്ന വഴിയും കുറച്ച് കഷ്ടമാണ് അവിടെ എത്താൻ. ബട്ട് നല്ലൊരു റിസൾട്ട് കിട്ടും അവിടെ എത്തിക്കഴിഞ്ഞാൽ. സൺസെറ്റ് കാണാൻ പറ്റും. ആ തണുപ്പത്ത് ടെൻ്റ് അടിച്ച് കിടക്കുമ്പോൾ ആ ഫീല് കുറച്ച് കഷ്ടപ്പെട്ടാലും കുറച്ച് അതിനുള്ള പ്രതിഫലം വലുതായിരിക്കും. കാണുന്ന കാഴ്ച ഉണ്ടോ? ഗായ്സ് അങ്ങനെ ഫൈനലി വി റീച്ച് വൺ ഓഫ് ദ ബക്കറ്റ് ഡിസീസ് ടിക്കറ്റ്. നല്ല ട്രക്കിംഗ് ആയിരുന്നു കേട്ടോ. കുറച്ച് കഷ്ടപ്പെട്ടാലും നല്ല റിസൾട്ട് കിട്ടിയ ഒരു രക്ഷയില്ല. വ്യൂ ഹരിത വിസ്മയങ്ങളുടെ പർദീസ സൂക്കു വാലി, നാഗാലാൻഡ്. കൊടും തണുപ്പിൽ മരവിച്ചെടുക്കുന്ന പ്രകൃതിയും അതിൻ്റെ ചുറ്റുപാടുകളും. മുകളിൽ ആകാശത്ത് സൂര്യാസ്തമയം കണ്ടു തുടങ്ങി. പച്ച പുതച്ച താഴ്വാരങ്ങൾ സൂര്യരശ്മികളിൽ തങ്ങി നിൽക്കുന്നു. ഇവിടെ നമുക്ക് ടെൻറ്റ് പിച്ച് ചെയ്യാൻ രജിസ്റ്റർ ചെയ്യണം കേട്ടോ. ഒരു 100 രൂപ സംതിങ് ഇത് കൊടുക്കണം ഒരു ടെൻറ്റിന്. നമ്മുടെ ടെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടെൻറ്റ് സ്ലീപ്പിംഗ് ബാഗ് മാറ്റ് എല്ലാം ഉണ്ട്. പക്ഷേ ടെൻറ്റ് ആണെങ്കിൽ അത് അവൻ്റെ പ്രോപ്പർട്ടിയാണ്. സോ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ട് വേണം നമ്മൾ ടെൻറ്റ് പിച്ച് ചെയ്യാൻ. ടെൻ്റ് എല്ലാം പിച്ച് ചെയ്തു. നല്ല വ്യൂ കേട്ടോ. സൺസെറ്റും കുറച്ച് നേരം സൺസെറ്റ് കാണാം. ഇപ്പോൾ 4 മണിയായിട്ടുള്ള സമയം. ബട്ട് ഇവിടെ നേരത്തെ സൺസെറ്റ് അല്ല. ഒരു 5 മണി ആകുമ്പോഴേക്കും മൊത്തം ഇരുട്ടാവും. ഫസ്റ്റ് സൂര്യൻ ഉദിക്കുന്നത്, ഫസ്റ്റ് സൂര്യൻ അസ്തമിക്കുന്നത് നമ്മുടെ ഈ ഒരു നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ്. അരുണതല്ല ഏറ്റവും കൂടുതൽ നന്നായി കാണാൻ പറ്റുക. ബട്ട് ഇവിടെ നല്ലോണം കാണാം. ഇത് മണിപ്പൂർ ബോർഡറാണ്. മണിപ്പൂർ ഇവിടെ അടുത്താണ്. മാപ്പിൽ കാണിച്ചു തരാം. ഇവിടെ ഫുള്ള് ടെൻറ്റാട്ടോ. നമ്മുടെ കയ്യിൽ ടെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അടിക്കാം. പെർ പേഴ്സൺ 100 കൊടുത്താൽ മതി. നല്ലൊരു വൈബ് അന്തരീക്ഷം. നല്ല തണുത്ത കാറ്റാട്ടാ. ചെവിയിൽ അടിക്കുന്നുണ്ട്. സോ ഷാളെടുത്തു, ഒരു ജാക്കറ്റ് ഉണ്ട്, അകത്ത് 2 ബനിയുണ്ട്, ഒരു ഇന്നറും, 4 ഡ്രസ്സാണ് ടോട്ടല്. അന്നിലോട്ടൊക്കെ നല്ല തണുപ്പാ. ഇനി രാത്രി ഒരു കാലത്ത് -2, 3 അടക്കം ഇവിടെ ആവും. Mariana. Yeah, video. Who's that Mariana? ഗായ്സ് സമയം ഇപ്പോൾ 6:15 പക്ഷെ പുറത്ത് ഒടുക്കത്തെ തണുപ്പാ. ഇപ്പം തന്നെ 6 ഡിഗ്രിയാ. ഇനി പുലർച്ചയാകുമ്പോൾ -3 -4 ഒക്കെ എത്തും. നമ്മുടെ കൂടെ വന്നവൻ സൈഡായി. ഫോണിൽ ചാർജും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഇലക്ട്രിസിറ്റി തീരില്ല. പുറത്തൊക്കെ നല്ല വൈബാട്ടോ. നല്ല ഓളം നടക്കുന്നത്. ക്യാമ്പ് ഫയർ, ഡ്രിങ്കിങ് പാർട്ടി. സോ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ട്രെക്കിങ്ങും
ആ വ്യൂ എല്ലാം കൂടെ ആയിട്ട്. നാളെ കാലത്ത് അടുത്തൊരു വ്യൂ പോയിട്ടുണ്ട്, അവിടെ പോയിട്ട് നാളെ കാലത്ത് തന്നെ റിട്ടേൺ പാക്ക് ചെയ്യണം. വ്യൂ കണ്ടോ, നമ്മളിന്നലെ ആ ഒരു സ്ഥലത്താണ് ടെൻ്റ് അടിച്ച് കിടന്നേ. ഇന്നലെ രാത്രി -2 -3 ആ രീതിയിലുള്ള തണുപ്പുണ്ടായിരുന്നു, ഒപ്പം കാറ്റും. പിന്നെ സ്ലീപ്പിംഗ് ബാഗ് ടെൻ്റൊക്കെ ഉള്ള കാരണം കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തു. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, മാസീവ്, രക്ഷയില്ല.